കൊല്ലത്ത് കനത്ത മഴയെ തുടർന്ന് ദേശീയപാതയുടെ പണി നടക്കുന്ന ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ചാത്തന്നൂർ, കൊട്ടിയം ഉൾപ്പെടെയുള്ള ഇടങ്ങളിലെ സർവീസ് റോഡുകളിലാണ് വെള്ളം കയറിയത്. എ വി ജയശങ്കർ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ജയശങ്കർ, ഇത്രയും ദിവസം ചൂടായിരുന്നു. ആദ്യത്തെ മഴ വന്നപ്പോൾ തന്നെ അതിന്റെ ദുരിതം നമ്മൾ അനുഭവിച്ചു തുടങ്ങുകയാണ്. ദൃശ്യങ്ങൾ കാണുമ്പോഴറിയാം എത്രത്തോളം രൂക്ഷമായ പ്രശ്നമാണ് രൂപപ്പെട്ടിട്ടുള്ളത് എന്ന്. മാധു, വേനൽ ചൂടിന് ആശ്വാസം പകർന്നുകൊണ്ടാണ് കൊല്ലത്തെ നഗരപ്രദേശങ്ങളിലും ഒപ്പം തന്നെ മലയോര മേഖലയിലും വലിയ തോതിലുള്ള മഴ പെയ്തത്. ഈ മഴയിലാണ് വലിയ തോതിൽ ഈ ദേശീയപാതയുടെ പണി നടക്കുന്ന ഇടങ്ങളിൽ വ്യാപകമായി വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. ദേശീയപാതയിലെ ഈ പ്രധാന റോഡുകളിലും ഒപ്പം തന്നെ ോട് ചേർന്നുള്ള സർവീസ് റോഡുകളിലും വ്യാപകമായി വെള്ളം കയറിയിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ ഏറെ ബുദ്ധിമുട്ടിക്കൊണ്ടാണ് ഈ പ്രദേശത്തു കൂടി കടന്നു പോകുന്നത്. എന്തായാലും ഇപ്പോഴും ആ വെള്ളക്കെട്ട് തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ചെറിയൊരു മഴയിലാണ് ഇത്രയും അധികം വെള്ളം ദേശീയപാതയിലും ഒപ്പം തന്നെ ഈ സർവീസ് റോഡുകളിലും കയറിയത്. ഇനി മഴക്കാലം ഒക്കെ വരുമ്പോൾ ഈ സ്ഥിതിയാണെങ്കിൽ ജനങ്ങൾ വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാകും. എന്തായാലും കൊല്ലത്തും നഗരത്തിലും ഒപ്പം തന്നെ മലയോര മേഖലയിലും ഒക്കെ തന്നെ വേനൽ ചൂടിന് ചെറിയ ആശ്വാസമുണ്ട്. ഇപ്പോഴും ഈ ദേശീയപാതയിലും സർവീസ് റോഡുകളിലും വെള്ളക്കെട്ട് തുടരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഇത് കൊല്ലത്തു നിന്നുള്ള കാഴ്ചയാണ്. ദേശീയപാതയുടെ പണി നടക്കുന്നിടത്താണ് ആദ്യ മഴയിൽ വെള്ളക്കെട്ടുണ്ടാകുന്നത്. സ്വാഭാവികമായും സ്ഥലം വേർതിരിച്ച് അവിടെ മണ്ണിന്റെ തിട്ടയൊക്കെ ഉണ്ടാകും. സ്വാഭാവികമായും വെള്ളത്തിന് ഒഴുകിപ്പോകാൻ കഴിയുന്ന സാഹചര്യമില്ല. അത് അതിന്റെ ഏറ്റവും രൂക്ഷമായ സാഹചര്യത്തിൽ ആദ്യത്തെ ദിവസം തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം.